ഇറാൻ അമേരിക്ക യുദ്ധ പശ്ചാത്തലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതും വില നിയന്ത്രണത്തിലുള്ളതുമായ 384 മരുന്നിന് ഉടൻ വില കൂടും. 10 മുതൽ 20% വരെ താൽക്കാലികമായി കൂടുക. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നിർമ്മാണ വസ്തുക്കളായ പ്രോപ്പലിൻ, അമോണിയ, മെഥനോൾ എന്നിവയുടെ വില കുതിക്കുന്നതാണ്. പാരസെറ്റാമോളിന് പുറമെ അമോക്സിലിൻ, അസിത്രോമൈസിൻ, ആംലോഡിപ്പിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, ഡെക്സാമെത്തസോൺ, അസ്കോർബിക് ആസിഡ് തുടങ്ങിയ ഒന്നിലധികം മരുന്നുകൾക്കാണ് വില ഉയരുക. നിർമ്മാണത്തിലുള്ള ഘടകങ്ങളുടെ വില യുദ്ധ സാഹചര്യത്തിൽ 200% വരെ കൂടിയതാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പുറമെയാണ് പാക്കിങ്ങിന്റെയും ഗതാഗതത്തിന്റെയും ചിലവുകളും. ദേശീയ നിയന്ത്രണ സമിതി, വാണിജ്യ മന്ത്രാലയം എന്നിവ തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണ്. മരുന്ന് വില നിയന്ത്രണ നിയമത്തിൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഡ്രഗ്സ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ സർക്കാരുമായി ചർച്ച നടത്തി. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ തല കൂടിയാലോചന. സാഹചര്യം മാറുമ്പോൾ തിരികെ നടപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ ഒറ്റത്തവണ വില വർധനയാണ് ആലോചനയിൽ. ആവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ വിലവർധന അനിവാര്യമായിരിക്കുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. നിലവിൽ പട്ടികയിൽ ഉൾപ്പെടെ 935 മൂലകങ്ങളാണ് വില നിയന്ത്രണത്തിലുള്ളത്. പല ബ്രാൻഡുകളിലായി കണക്കാക്കുമ്പോൾ ഇവയുടെ എണ്ണമാകും. പാരസെറ്റാമോൾ എന്ന ഇനത്തിന് മാത്രം രാജ്യത്ത് ചുരുങ്ങിയത് 1200-ലധികം ദിവസവും മരുന്ന് കഴിക്കുന്നവരെ ഏറെ ദോഷകരമായി ബാധിക്കുന്നതാകും വിലവർധന. വില നിയന്ത്രണ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന മരുന്നുകളുടെ വിലയിൽ താൽക്കാലിക പരിഷ്കരണം വരുത്തുന്നത് സംബന്ധിച്ച ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി, ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ്, വാണിജ്യ മന്ത്രാലയം എന്നിവ തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. അമോക്സിലിൻ, അസിത്രോമൈസിൻ തുടങ്ങിയ വ്യാപകമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആംലോഡിപ്പൈൻ, അറ്റോർവാസ്റ്റാറ്റിൻ എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദയ മരുന്നുകൾ, പാരസെറ്റാമോൾ പോലുള്ള വേദന സംഹാരികൾ, ഡെക്സാമെത്തസോൺ പോലുള്ള സ്റ്റിറോയിഡുകൾ, ആസ്കോർബിക് ആസിഡ് ഉൾപ്പെടെയുള്ള വിറ്റാമിൻ ഫോർമുലേഷനുകൾ എന്നിവ പരിഗണനയിലുള്ള മരുന്നുകളിൽ ഉൾപ്പെടുന്നു. ഈ മരുന്നുകൾ ഇറക്കുമതി ചെയ്ത ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളെയും പെട്രോകെമിക്കൽ ഉത്ഭവിച്ച ലായകങ്ങളെയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പലിൻ, അമോണിയ, മെഥനോൾ തുടങ്ങിയ നിർണായക ഔഷധ ഉൽപ്പന്നങ്ങളുടെ വില ഏകദേശം 200 മുതൽ 300% വരെ ഉയരാൻ കാരണമായി. വർദ്ധിച്ചുവരുന്ന ചിലവുകൾക്കിടയിൽ ഉൽപ്പാദനം നിലനിർത്താൻ പാടുപെടുന്ന ചെറുകിട ഔഷധ നിർമ്മാതാക്കളെയാണ് ഈ കുത്തനെയുള്ള വർധനവ് പ്രത്യേകിച്ചും ബാധിച്ചത്. അതിനാൽ നഷ്ടം തടയുന്നതിനും ആവശ്യ മരുന്നുകളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും നിലവിലുള്ള ഔഷധ വിലനിർണ്ണയ ചട്ടങ്ങൾ പ്രകാരം വിലയിൽ 10 മുതൽ 20% വരെ വർധനവ് വ്യവസായ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ന്യൂസ് ബൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും നിർദ്ദിഷ്ട വില വർധനവ് താൽക്കാലികമാണെന്നും വിതരണ സാഹചര്യങ്ങൾ സ്ഥിരത കൈവരിക്കുന്നതോടെ ഇത് പിൻവലിക്കാമെന്നും സർക്കാർ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തുടനീളം സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമുലേഷനുകളുടെ വിതരണത്തിലെ തടസ്സങ്ങൾ തടയുന്നതിനും മരുന്നുകളുടെ ലഭ്യത നിലനിർത്തുന്നതിനുമുള്ള ഒരു സുരക്ഷാ നടപടി എന്ന നിലയിലാണ് സർക്കാർ പ്രധാനമായും ഈ നിർദ്ദേശം പരിശോധിക്കുന്നത്. ഈ വർധനവ് അംഗീകരിക്കപ്പെട്ടാൽ താൽക്കാലികമായിരിക്കുമെന്നും അസംസ്കൃത വസ്തുക്കളുടെ വിലയും വിതരണ ശൃംഖലയും സ്ഥിരത കൈവരിക്കുന്നതോടെ ഇത് പിൻവലിക്കാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.